വീട് പണിയാൻ തുടങ്ങുന്നവർക്കുള്ള ഏറ്റവും പ്രധാന സംശയം അല്ലെങ്കിൽ ചോദ്യമാണ് വീട് പണി ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കണോ അതോ ലേബറിന് കൊടുക്കണോ, അതോ ഇനി മെറ്റീരിയൽസ് എടുത്ത് നൽകി പണിക്കാരെ കൊണ്ട് തച്ചിന് ചെയ്യിപ്പിക്കണോ? ഏതാണ് ലാഭം? ഏത് മാർഗമാണ് നല്ലത്? ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും എന്തൊക്കെയാണ്? ഈ വക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും പടിഞ്ഞാറ്റിനിയിലേക്ക് സ്വാഗതം. മേൽപ്പറഞ്ഞ ഓരോ രീതികളുടെയും ഗുണവും ദോഷവും, അതിനുശേഷം ഏത് മാർഗമാണ് നല്ലത് എന്നും പൊതുവായി വീട് നിർമ്മിക്കുമ്പോൾ ഓർത്തു വയ്ക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. നമ്മുടെ വീടിൻ്റെ നിർമ്മാണം മുഴുവനായോ ഭാഗികമായോ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നതാണ് കരാർ രീതി. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, വിവിധ എഗ്രിമെൻ്റ് വ്യവസ്ഥകളും കാണും. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക തുകയ്ക്ക് വീട് നിർമ്മിച്ച് കരാറുകാരൻ നൽകുകയും ചെയ്യും. കരാർ നൽകി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് നൽകി ഒരു വീട് നിർമ്മിക്കുന്നതിലെ പ്രധാന ഗുണങ്ങൾ ആദ്യം പറയാം. ഒരു കൂട്ടം വിദഗ്ധരായ ആളുകൾ ചെയ്യുന്നതിനാൽ വേണ്ട രീതിയിൽ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ തുകയ്ക്ക് അത് ചെയ്തു തരും. രണ്ടാമത് നിർമ്മാണത്തിലുള്ള ഫിനിഷിംഗ് ആണ്. മറ്റൊന്ന്, നമ്മൾ യാതൊരുവിധ പെയിനും വീട് പണിയുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിലും എടുക്കേണ്ടതില്ല എന്നതാണ്. കോൺട്രാക്ടർ അവരുടെ തൊഴിലാളികളെ കൊണ്ട് സമയബന്ധിതമായി പണി തീർത്ത് താക്കോൽ നമ്മളെ ഏൽപ്പിക്കും. ജോലിക്കാരായ ഗൃഹനാഥന്മാർക്ക് കരാർ നൽകുന്നതാവും സൗകര്യമാവുക. പ്രൊഫഷണൽസ് ആയതിനാൽ സാങ്കേതികത അതുപോലെ ആധുനികത തുടങ്ങിയ ഗുണങ്ങളും ഉണ്ടാവും. ഇനി പൊതുവെ ആളുകൾ അഭിപ്രായപ്പെടുന്ന പോരായ്മകൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് ചിലവ് സംബന്ധിച്ചതാണ്. കരാർ നൽകുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന നിരക്കിലാണ് തുക കണക്കാക്കുന്നത്. കോൺട്രാക്ടറുടെ ലാഭം കൂടി ഇതിൽ ഉൾപ്പെടുന്നതിനാൽ ഒരല്പം ചിലവ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഗുണമേന്മ സംബന്ധിച്ച ആശങ്കകളാണ്. കരാറുകാരൻ ഗുണനിലവാരമില്ലാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചെന്ന് പലരും പരാതി പറഞ്ഞ് കേൾക്കാറുണ്ട്. അടുത്തതായി കരാർ എഗ്രിമെൻ്റ് സംബന്ധിച്ച ചില വിവരങ്ങളാണ്. എഗ്രിമെൻറ്റിൽ ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം മെറ്റീരിയൽസ് ഏത് തരം ഉപയോഗിക്കണം എന്നിവ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാതെ വന്നാൽ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. മികച്ച രീതിയിൽ കുറ്റമറ്റതായി പാർപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പല ഏജൻസികളുമുണ്ട്. എന്നാൽ ഇവയ്ക്കിടയിൽ അപവാദങ്ങളും കാണാം. ഇനി നമ്മൾ പറയുക അടുത്ത ഒരു മാർഗത്തെക്കുറിച്ചാണ്. മെറ്റീരിയൽസ് എടുത്തു നൽകി പണിക്കാരെ കൊണ്ട് തച്ചിന് ചെയ്യിപ്പിക്കുന്ന രീതിയുടെ ഗുണങ്ങൾ. പലരുടെയും അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച രീതി ഇതാണ്. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പണിക്കാരെ കൊണ്ട് വീട് പണി പൂർത്തിയാക്കാനാവും എന്നതാണ് ഏറ്റവും പ്രധാന മേന്മ. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനാണ്. മറ്റൊന്ന്, സാമ്പത്തിക കാര്യങ്ങളിലെ കംഫർട്ട്നെസ് ആണ്. ചിലവൊരല്പം കുറഞ്ഞിരിക്കുമെന്നത് ഒരു സത്യം. കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബജറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് കൊണ്ട് വീട് പണി പൂർത്തിയാക്കാം. എന്നാൽ കരാർ നൽകിയാൽ ഇത് പറ്റില്ല. കരാറുകാരന് ഒരു ഗുഡ് വിൽ ഉള്ളതിനാൽ അയാൾ കുറഞ്ഞ സാമഗ്രികൾ കൊണ്ട് ചിലപ്പോൾ നിർമ്മാണം നടത്താൻ വിസമ്മതിച്ചേക്കാം. നമ്മുടെ ധനസ്ഥിതിക്ക് അനുസരിച്ചുള്ള വസ്തുക്കൾ വാങ്ങി നമുക്ക് വീട് പണിയാം എന്നൊരു ഗുണം ഇവിടെയുണ്ട്. ധാരാളം സമയമുള്ള ഗൃഹനാഥന്മാർക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഏതാണ് നല്ലത്? രണ്ടിനും ഗുണവും ദോഷവുമുണ്ട്. വീട് പണിയെക്കുറിച്ച് നല്ല ധാരണയും സമയവും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ കോൺട്രാക്ടറെ ഒഴിവാക്കി തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നന്നാവുക. വലിയ പോഷൊന്നുമില്ലാതെ കുറഞ്ഞ ചിലവിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ രീതി പിന്തുടരാം. നിങ്ങൾക്ക് തീരെ സമയമില്ലാത്ത തിരക്ക് പിടിച്ച ഒരാളാണെങ്കിൽ, അതുപോലെ അത്യാവശ്യം ധനസ്ഥിതിയുള്ളവരാണെങ്കിൽ കരാർ നൽകുന്നതാണ് നന്നാവുക. അവരത് കൃത്യമായി ചെയ്തുകൊള്ളും. വേണ്ടത്ര നിർമ്മാണ തൊഴിലാളികളുള്ള ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ ചെറു വീടുകൾ ആളുകൾ കരാർ നൽകാതെയാണ് നിർമ്മിച്ചെടുക്കുന്നത്. തൊഴിലാളികളുടെ ലഭ്യത ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. ഫുൾ കോൺട്രാക്ട് നൽകാതെ ഭാഗികമായി കരാർ നൽകുക. ഉദാഹരണത്തിന് തേപ്പിന് മാത്രം, കെട്ടിന് മാത്രം എന്നിങ്ങനെ. മറ്റൊന്ന്, മെറ്റീരിയൽസ് എടുത്തു നൽകി ലേബർ മാത്രം കോൺട്രാക്റ്റ് നൽകുക എന്നതാണ്. ഇനിയും ഒന്ന് എന്തെന്നാൽ സമയം, പണികളെക്കുറിച്ചുള്ള അറിവ്, തൊഴിലാളികൾ എന്നിവ ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് എടുത്തു നൽകി തൊഴിലാളികളെ കൊണ്ട് അന്നുള്ള തച്ചിന് ചെയ്യിപ്പിക്കുന്നതും നന്നാവും. മേൽനോട്ടത്തിന് നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം. ഏറ്റവും മികച്ച ബജറ്റ് ഫ്രണ്ട്ലി വീടുകൾ അധികം ധനം ചെലവഴിക്കാതെ മികച്ചതായി ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം വീട് പണിയുന്നതിന് മുമ്പ് വീടിനെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മെറ്റീരിയൽസിനെക്കുറിച്ചും നല്ല ബോധം ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ വീട് പണിയും മുമ്പ് വീടുകളെക്കുറിച്ച് നന്നായി പഠിക്കുക. നിങ്ങൾ ആദ്യമായി കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു എഞ്ചിനീയറോടല്ല, മറിച്ച് ഒരു വീട് നിർമ്മിച്ച ഗൃഹനാഥനോടാണ്. അത്തരക്കാർക്ക് നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാനാവും. ഒപ്പം സാങ്കേതിക പരിജ്ഞാനവും നല്ല എക്സ്പീരിയൻസുമുള്ള എഞ്ചിനീയർമാരുടെ സഹായവും തേടാവുന്നതാണ്. ഒരു നല്ല കോൺട്രാക്ടറെ കണ്ടെത്തുക എന്നുള്ളതും അതുപോലെ മികച്ച പണിക്കാരെ കണ്ടെത്തുക എന്നുള്ളതുമാണ് വീട് പണിയിലെ ഏറ്റവും പ്രധാന വെല്ലുവിളി. ഈ രണ്ട് കാര്യങ്ങളോടുമൊപ്പം വീട് പണിയെക്കുറിച്ചും മെറ്റീരിയൽസിനെക്കുറിച്ചും നല്ല അവബോധമുണ്ടായാൽ മികച്ച വീടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് പ്രയോജനമാവുകയും ചെയ്യും.